ഇടുക്കിയിലെ അടുത്ത ദിവസം തന്നെ നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ നമ്മൾ ഇന്ന് ഒരു ഫംഗ്ഷന് പോകാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് അധികം തന്നെ അരുവികളിനെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ. ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിന്റെ കല്യാണം ഇടുക്കിയിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടുക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. മണ്ഡപമൊക്കെ വേറെ ലെവലായിരുന്നു. സൂപ്പറായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ പ്ലാൻ. നമ്മൾ നാട്ടിൽ തന്നെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഇതൊരു വെറൈറ്റി ആയിരുന്നു. കല്യാണ പുതിയണ്ണെ കൊണ്ടുവരുന്ന ടൈം തന്നെ ഡാൻസും പാട്ടോട് കൂടിയിട്ടാണ് കേട്ടോ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. താലികെട്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോകാനായിട്ട് പോകുന്നത് വാഗമണിലോട്ടാണ് കേട്ടോ. വണ്ടി എടുത്ത് നേരെ വിട്ടു. നമ്മൾ അവിടെ ഇതുവരെ പോയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് അവിടെ ഒരുപാട് അധികം തന്നെ കാഴ്ചകൾ കാണാൻ കഴിയും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മൾ വാഗമണിലോട്ട് വിട്ടത്. ഒരുപാട് അധികം തന്നെ മലകൾ നിരകളും അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ തേയില കൃഷികളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൂരെ തേയിലത്തോട്ടത്തിന് നടുവിലായിട്ട് തന്നെ AVTയുടെ ഫാക്ടറി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗമണിലെ റിസോർട്ട് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലോക്കലിനെ വിളിച്ച് നമ്മൾ എന്തായിരുന്നാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ റേറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ എന്തായിരുന്നാലും ഇന്ന് സ്റ്റേ ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്തായിരുന്നാലും റിട്ടേൺ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ചായയും ഐസ്ക്രീമും ഒക്കെ കുടിച്ച് പോകുന്ന ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയായിരുന്നു. വാഗമണിന്ന് ഏകദേശം തന്നെ 5.5 മണിക്കൂറോളം തന്നെ യാത്രയുണ്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ. അപ്പോൾ നമ്മൾ പതുക്കെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ എത്താനുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്.